കഴിഞ്ഞ തവണ അമേഠിയിൽ തോറ്റമ്പിയപ്പോൾ രാഹുൽ ഗാന്ധിയെ ചേർത്ത് പിടിച്ച് വിജയകിരീടം അണിയിച്ചത് വയനാടായിരുന്നു. രണ്ടാമതും വന്ന് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അതിനുള്ള നന്ദി പോലും രാഹുൽ കാണിച്ചിരുന്നില്ല. രാഹുൽ വോട്ടർമാരോട് പറഞ്ഞിരുന്നില്ല താൻ റായ്ബറേലിയിലും മത്സരിക്കുമെന്ന്. ജനങ്ങളുടെ വോട്ടെല്ലാം പെട്ടിയിൽ വീണു കഴിഞ്ഞപ്പോഴാണ് രാഹുൽ വയനാട്ടിലെ വോട്ടർമാരെയെല്ലാം വിഡ്ഢികളാക്കി റായ്ബറേലിയിൽ കൂടി പത്രിക നൽകിയത്. അവിടെ ജയിക്കുമെന്ന് ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല, ഒരു ഭാഗ്യപരീക്ഷണം മാത്രം. അതേസമയം വയനാട് 100% ഉറപ്പുമായിരുന്നു. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത വിധം അവർക്കനുകൂലമായി മാറുകയായിരുന്നു. യു.പിയിൽ ഒറ്റ സീറ്റിൽ പോലും ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലാതിരുന്ന കോൺഗ്രസിന് കൈനിറയെ സീറ്റുകൾ കിട്ടി, അക്കൂട്ടത്തിൽ റായ്ബറേലിയും. അങ്ങനെ 2 സീറ്റിലും വിജയിച്ച രാഹുലിന് ഏത് മണ്ഡലം ഉപേക്ഷിക്കുമെന്നതായിരുന്നു പിന്നീടുണ്ടായ പ്രതിസന്ധി. രാഷ്ട്രീയ ധാർമ്മികതയാണ് രാഹുൽ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ വയനാട് ഉപേക്ഷിക്കരുതായിരുന്നു. ഉത്തരേന്ത്യൻ മണ്ഡലം കൈവിട്ട കാലത്ത് ചേർത്ത് പിടിച്ച മണ്ഡലമാണ് വയനാട്. ആ മണ്ഡലത്തിനു വേണ്ടി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാഹുൽ കാര്യമായി ഒന്നും ചെയ്തില്ലെന്നത് പോകട്ടെ, രണ്ടാമതും അവിടെ വന്ന് മത്സരിച്ചപ്പോൾ വയനാട്ടുകാർ കഴിഞ്ഞ വർഷത്തെ അതേ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റുകയും ചെയ്തു. അതിനായി UDFിൻ്റെ ഘടകകക്ഷി റാലികളിൽ അവരുടെ പതാക പോലും ഉപേക്ഷിച്ചു. എല്ലാം രാഹുലിൻ്റെ സുഗമമായ വിജയത്തിന് വേണ്ടി. ഇങ്ങനെ ഹൃദയം പകുത്തുകൊടുത്തവരോടാണ് രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി താൻ മത്സരിക്കുമെന്ന് പറയാതെ അവരെ വഞ്ചിച്ച് റായ്ബറേലിയിലും പത്രിക നൽകിയത്. രാഷ്ട്രീയമല്ലേ? അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ച് കാര്യം നേടുകയാണല്ലോ പ്രധാനം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വയനാട്ടിനെ രാഹുൽ കൈവിട്ടു. അവിടേക്കാണ് സ്വന്തം സഹോദരി പ്രിയങ്കയെ അയച്ചിരിക്കുന്നത്. പ്രിയങ്ക മത്സരിച്ചാലും താൻ വയനാട്ടിലെത്തുമെന്നാണ് രാഹുൽ ഭംഗിവാക്ക് പറയുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ കൈവിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത്. ആ രാഹുലാണ് പറയുന്നത് ഇത്തവണ താൻ ഒഴിഞ്ഞാലും വയനാട്ടുകാരെ കാണാൻ ഇടയ്ക്കിടെ വരുമെന്ന്. എന്തൊരു കൊടും വഞ്ചനയാണ് രാഹുൽ വീണ്ടും നടത്തുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ ഞാനുണ്ടാകും, അവർ നൽകിയ വാഗ്ദാനം പാലിക്കും, പ്രിയങ്ക വയനാട്ടിൽ ജയിക്കും, ഒരു നല്ല MP ആയിരിക്കും, വയനാടിന് 2 MPമാരുണ്ടാകും, ഞാനും എൻ്റെ സഹോദരിയും എന്നൊക്കെയാണ് രാഹുൽ ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത്. വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ ഗാന്ധി വിഡ്ഢികളാക്കിയെന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും രാഹുലിനെതിരെ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലം ഉപേക്ഷിക്കാനുള്ള തീരുമാനം വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ്. രാഹുൽ വയനാടിനെ ചതിക്കുമെന്ന് നേരത്തെ തന്നെ BJP പറഞ്ഞിരുന്നു. വയനാട് തൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിയാണ് തൻ്റെ കുടുംബമെന്നാണ് പറയുന്നത്. നേരത്തെ ഇത് അമേഠിയായിരുന്നു. വയനാടൻ ജനത അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയതിന് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് കനത്ത പ്രഹരം തന്നെ നൽകുമെന്നും K. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. രാഹുലിനെതിരെ ഇത്തവണ മത്സരിച്ച CPI നേതാവ് ആനി രാജയും ഇതേ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. അതേസമയം ജനാധിപത്യത്തിലെ 2ാം ഇന്ദിരാഗാന്ധിയുടെ ജനനമാണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് T. സിദ്ദിഖ് MLA അഭിപ്രായപ്പെട്ടു. വയനാട്ടിലേക്കുള്ള പ്രിയങ്കയുടെ വരവ് ഓരോ കുടുംബവും ആഘോഷമാക്കുമെന്നും ഭൂരിപക്ഷം 5 ലക്ഷം കടക്കുമെന്നും സിദ്ദിഖ് പറഞ്ഞു. പ്രിയങ്ക വയനാട്ടിൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാവാണ് സിദ്ദിഖ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിൻ്റെ വാക്കുകളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് നാം ഊഹിക്കേണ്ടിയിരിക്കുന്നു. വയനാട്ടിൽ 3,64,422 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും റായ്ബറേലിയിൽ 3,90,30 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ജയം. ഇനി പ്രിയങ്ക എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടാൻ പോകുന്നത് എന്ന് മാത്രമാണ് അറിയാനുള്ളത്. എതിർ സ്ഥാനാർത്ഥി ആരൊക്കെയാകും എന്നതിന് പോലും വയനാട്ടിൽ പ്രസക്തിയില്ലെന്നോർക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വീണ്ടും വീണ്ടും തോൽക്കുന്നത് വയനാട്ടിലെ വോട്ടർമാരാണ്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് AWIN അക്കാഡമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. AWIN അക്കാഡമി. കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ RK, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.